നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആന വ തഅല്ലമഹു വ അമില ബിഹി യൂദഉ അലാ റഅസിഹി താജും മിനൽ വഖാർ ളൗഉഹു മിസ്ലു ളൗഇ ശംസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ യൂദഉ അലാ റഅസിഹി താജുൻ, ഒരു കിരീടം തലയിൽ അണിയിച്ചു കൊടുക്കുന്ന, അതിൻ്റെ പ്രകാശം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിച്ച മക്കളുടെ പരലോകത്തെക്കുറിച്ച് ഓർത്ത് മാതാപിതാക്കൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ഇനി അവരുടെ കാര്യമോ, മക്കളെ ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വയുൽബസു വാലിദാഹു ഹുല്ലതാനി ലാ യഖൂമു ബിഹിമ ദുനിയ, ദുനിയാവിലെ മുഴുവൻ സമ്പത്തും വെച്ചാൽ പോലും പകരം വെക്കാൻ പറ്റാത്ത 2 ആഭരണങ്ങൾ മാതാപിതാക്കളെ അണിയിക്കും. അത്ഭുതപ്പെട്ടവർ ചോദിക്കും, ബിമ കുസീന ഹാദ, എന്തിനാണ് ഈ ആഭരണങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്, ഈ ഉടയാടകൾ എന്തിനാണ് നൽകിയത്? ഉത്തരം, ബി അഖ്ദി വലദിക്കുമൽ ഖുർആൻ, മക്കളെ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ടാണ്. മക്കളെ ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് പരലോകത്തെക്കുറിച്ച് ബേജാറ് വേണ്ട, ആ മക്കളെക്കുറിച്ചും ബേജാറ് വേണ്ട.